അഞ്ജു ഇവിടെ ഈ 322 പേജ് ഉള്ള തിരക്കഥയിൽ നിന്ന് അത്യന്തം ഉദ്വേഗജനകമായതും നിഗൂഢമായതുമായിട്ടുള്ള 60 പേജ് കീറി മാറ്റി പുറത്തുവിട്ട അധോലോകം സിനിമയ്ക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ചിലവാക്കിയ 1 കോടി രൂപ വെള്ളത്തിൽ കലക്കിയതുപോലെ ആവുമോ? ഇപ്പം റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും? ഈ ചർച്ചയുടെ ഈ സംവാദത്തിൻ്റെ ഒരു എന്താ പറയുക ഉദ്ദേശ്യവും അത് തന്നെയാണ്. ഞങ്ങൾക്കറിയണം ഈ റിപ്പോർട്ട് 1 കോടിയിലധികം രൂപ ചിലവാക്കി. ഈ റിപ്പോർട്ട് ഇനിയും കോൾഡ് സ്റ്റോറേജിൽ വെക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമോ? കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു, കൃത്യമായിട്ടുള്ള മൊഴികളുണ്ട്. അതൊരു റിട്ടയേർഡ് ജഡ്ജിയുടെ മുമ്പാകെ കൊടുത്ത മൊഴികളാണ്. ആ മൊഴികളിൽ നിന്ന് മാറാൻ പറ്റില്ല ഇപ്പോൾ ആ മൊഴി കൊടുത്തവർക്ക്. മാത്രമല്ല, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ചിലരുണ്ട്. ചിലരുടെ പേരുകൾ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലാണ്. പക്ഷേ ഈ മൊഴി കൊടുത്തവർ തന്നെ പറയണം ആർക്കെതിരെയാണ് മൊഴി കൊടുത്തത്, ആരാണ് റിയൽ കൾപ്രിറ്റ്സ് എന്ന് തുറന്നു പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ സിനിമയിൽ അവസരം നഷ്ടപ്പെടുമോ എന്ന ഭീതി കാരണം പറയാതിരിക്കുക എനിക്ക് തോന്നുന്നില്ല. വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീകളാണ് WCC നയിക്കുന്നത്. അവർ തുറന്നു പറയണം. ഈ മേഖലയിൽ ഒരു ശുദ്ധീകരണം വേണ്ടേ? ആ ശുദ്ധീകരണത്തിന് സർക്കാരല്ലേ മുൻകൈ എടുക്കേണ്ടത്? തീർച്ചയായും പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ കേരളമാണ്. ഇത് കേരളമായതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. കുറച്ച് ദിവസം മീഡിയാസ് ഇതിൻ്റെ പിന്നാലെ പോകും. ഇതിന് 2-3 കാര്യങ്ങളുണ്ട്. 5 വർഷം പൂഴ്ത്തി വെച്ചൊരു റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നു. അപ്പോൾ അന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളില്ല. അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. എന്തുകൊണ്ടായിരിക്കാം? കാരണം ഇപ്പോൾ ഡൈവേർട്ട് ചെയ്യണം. ഗവൺമെൻറ്റിന് ഇപ്പം ശ്രദ്ധ തിരിക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു സംഭവമുണ്ട്. കാരണം വടകരയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് പ്രതിച്ഛായ ഏകദേശം ഇപ്പം സിനിമാ മേഖലയിലേക്കും ഇട്ട് കൊടുക്കുവാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ആണല്ലോ ഇത് വിലപേശാനുള്ളൊരു അവസരമാണ്. ഈ 62 പേജ് പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാം. നമ്മുടെ ഗവൺമെൻറ്റാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റമേ സുതാര്യമല്ല ഇവിടെ. കേരളം എന്ന് പറയുമ്പോൾ തന്നെ സിസ്റ്റമേ സുതാര്യമല്ല. പിന്നെ ഇവിടെ നീതി ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? വാളയാറിൽ തൂങ്ങി നിന്ന് 2 കുഞ്ഞുങ്ങൾ. അവിടെ ഉഭയകക്ഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ മ്ലേച്ഛമായ ഒരു വാക്കുകൊണ്ട് ആ മരിച്ചുപോയ 2 കുഞ്ഞുങ്ങൾ അപമാനിച്ച കേരളമാണ്. അപ്പോൾ ഇവിടെയാണോ? ഇവിടെ എന്ത് സുരക്ഷയാണ്? അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ WCC ഇപ്പോൾ ഷാജഹാൻ സാർ പറഞ്ഞു സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ ഒറ്റക്കെട്ടാലും നിൽക്കണം. തീർച്ചയായും അത് ഒരു പോയിൻ്റാണ്. അതിനൊപ്പം തന്നെ ഷാജഹാൻ സാർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ WCCയുടെ പിറവിക്ക് കാരണമായിട്ടുള്ള ഒരു സംഘടന, ഈ WCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വ്യക്തമായിട്ടൊരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തുണ്ടായ ഒരു വിമൻ ഇൻ സിനിമ കളക്റ്റീവാണ്. അവരുടെ പേര് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ആണെങ്കിൽ പോലും ആ കളക്ടിവിറ്റി അവർ എല്ലാ മേഖലകളിലും കാണിച്ചിട്ടില്ല. സിനിമാ മേഖലയിലുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രശ്നമുണ്ടായപ്പോൾ ഈ സംഘടന ഒരുപോലെ നിന്നോ? അതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഒരിക്കലുമില്ല. ആ സംഘടന ഒരേ ഒരു വേട്ടക്കാരനെതിരെ മാത്രം വിരൽ ചൂണ്ടി നിന്നു. ഒരേ ഒരു അവൾക്കൊപ്പം എന്നുള്ള ഇതിൽ നിന്നു. കാരണം ഇത് പറയാനുള്ള വ്യക്തമായൊരു കാര്യമുണ്ട്. ഇതേ ഒരു സംഭവം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ദളിത് ആക്ടിവിസ്റ്റിനെ സിനിമാ മേഖലയിലുള്ള മറ്റൊരു നടൻ, പ്രമുഖനായിട്ടൊരു നടൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസും ഒക്കെ വന്നു, മീറ്റും ഒക്കെ വന്നു. ഇതേ നടനെ വെച്ചിട്ട് അവാർഡ് ഫംഗ്ഷൻ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് ഇതേ സംഘടനയാണ്, WCC. നോക്കൂ, ഒരേ സമയം അതായത് അവരുടെ നിലപാട് എവിടെ പോയി? ഒരേ സമയം അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊപ്പം എന്താ പറയുക സൈലൻ്റ് ആകുന്നു. ആ കളക്റ്റീവിൻ്റെ ഇടപെടൽ സെലക്റ്റീവാണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഘടന ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ 5 വർഷം ഈ സർക്കാർ നിശബ്ദമായിരുന്നു. ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അതിനെതിരെ എന്താ ചെയ്തത്? 5 വർഷം. കാരണം അവർക്കൊക്കെ അറിയാം 2019 റിപ്പോർട്ട് പൂർത്തിയായി. 5 വർഷം. അപ്പം അതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചോ? പകരം സർക്കാരിൻ്റെ സ്പോൺസേർഡ് ആയിട്ടുള്ള എല്ലാ പരിപാടികളിലും ഇൻക്ലൂഡിങ് നൈറ്റ് റോഡ് ഷോ, അതിൽ പ്രമുഖയായിട്ടുള്ള ഈ ഒരു WCCയുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം ഇത് സർക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സ്പോൺസേർഡ് പരിപാടികൾക്കെല്ലാം അവർ നിൽക്കുന്നു. അപ്പോൾ സർക്കാരിന് എന്താണ് ശരിക്കും പ്രതിച്ഛായ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളെ ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു, ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു, പൊതുജനങ്ങളുടെ കാശെടുത്തിട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതിൽ പ്രസക്തമായിട്ടുള്ള 62 പേജ് ഇല്ല. സ്വകാര്യത ലംഘിക്കപ്പെടും. ഈ അതെ, സ്വകാര്യത സിനിമയിലുള്ളവർക്ക് മാത്രം മതി. സ്വകാര്യത 5 ഒറ്റക്കാരെ ഇപ്പോൾ ഈ മൊഴി കൊടുത്തവരുടെ സ്വകാര്യത നമ്മൾ മാനിക്കണം. യെസ്, സ്വകാര്യത മാനിക്കണം. പക്ഷേ അവർ ആർക്കെതിരെയാണോ വിരൽ ചൂണ്ടിയത്, അവരാരൊക്കെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം പൊതുസമൂഹത്തിനില്ലേ? കാരണം ആ വേട്ടക്കാരന്മാർ അവിടെ ഉണ്ടല്ലോ. ഇനിയും ഇത് സിനിമ മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ വീണ്ടും, കാരണം ഈ സിനിമ എന്ന് പറഞ്ഞു വേട്ടക്കാരെ എന്തിനു സംരക്ഷിക്കണം സർക്കാർ?
സർക്കാർ സംരക്ഷണം, അതുപോലെ തന്നെ എന്തുകൊണ്ട് WCC സൈലൻറ്റ്. പിന്നെ തീർച്ചയായും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളിപ്പം നമ്മുടെ കേരളമായതുകൊണ്ട് തന്നെ വളരെ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല. അത് സിനിമ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. കാരണം ഇതേ സ്ത്രീവിരുദ്ധത തന്നെ ഞാൻ പറയുവാണ്. കാരണം ഇവിടെ നമുക്കറിയാം ആറാട്ടണ്ണൻ ഫോർ എക്സാമ്പിൾ, സ്ത്രീകളെല്ലാവരെയും കാണുമ്പോൾ അയാൾക്ക് ഇങ്ങനെ എല്ലാവരോടും ക്രഷാണ്. പുള്ളിയുടെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നു. പക്ഷേ ആറാട്ടണ്ണനെതിരെ ഘോരം കേസെടുക്കാൻ നടിമാർ ഒരുക്കമാണ്. കാരണം അയാളുടെ കയ്യിൽ കാശില്ല, ഒന്നുമില്ല. ഇത് ലാസ്റ്റ് വീക്ക് നമ്മൾ കേരളം കണ്ടു ഒരു ഉദ്ഘാടന വേദിയിൽ. ഇതും കൂടെ ഞാനിത് പറയാണ്. കാരണം ഈ ഒരു വിരുദ്ധത, കാരണം നമ്മൾ പറയണം, ഇതേ ഒരു നടിയുടെ മുന്നിൽ നിർത്തി, നടിയെ ഫ്രണ്ടിൽ നിർത്തി, നടിയെ ഏറ്റവും അതായത് ഇവിടെ ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശം വന്നു. അത് ഞാൻ പറയുന്നില്ല, നമ്മൾ കണ്ടാണ് ജ്വല്ലറി, അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും കണ്ടതാണ് ആ വീഡിയോ അല്ലേ, ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം അവർ അത് കേട്ട് നിന്ന് ചിരിക്കുകയാണ്. പുരാണത്തിലെ കഥാപാത്രം, അതായത് ആ നടിയെ കാണുമ്പോൾ പുരാണത്തിലെ കഥാപാത്രമായിട്ടുള്ള കുന്തിദേവിയെ ഓർമ്മ വരുന്നു. എന്താണ് കുന്തിദേവിയായിട്ടുള്ള പ്രസക്തി? ഇത് ആഹാരം കഴിക്കുന്നവർക്കറിയാം. പക്ഷെ മിണ്ടില്ല. എന്താണ്? ബോബി ചെമ്മണ്ണൂറിൻ്റെ കയ്യിൽ കോടികളുണ്ട്. ഇത് തന്നെയാണ് സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളതിനൊപ്പം. ഇതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഇത് സ്ത്രീകൾ മാത്രം നേരിടില്ല, പുരുഷന്മാർ, ഏതൊക്കെയോ നടന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അതെ, അതായത് അവരെ ഒരുപാട് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബിംബം അല്ലെങ്കിൽ നമ്മൾ വലിയ സൂപ്പർ സ്റ്റാർസ് ആക്കി വെച്ചേക്കുന്നു. നമ്മളാക്കി വെച്ചതാണല്ലേ ഈ ഫാൻസ്. അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഫാൻ ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നു. അത് ക്രിമിനൽസ്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്, ഡ്രൈവേഴ്സായിട്ട് ഈ സിനിമാ സെറ്റുകളിലെ പല പ്രമുഖരും വെച്ചേക്കുന്ന ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ക്രിമിനൽസ് ആണെന്ന്. അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഈ ഫാൻ ഫൈറ്റ് ഉണ്ട്, ഏജന്റുമാരുണ്ട് ഇവർക്ക്. അതെ, ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ സിനിമ മോശമാണെന്നുള്ള രീതിയിൽ റിവ്യൂ വന്നു കഴിഞ്ഞാൽ വെട്ടുകളി കൂട്ടം പോലെ സൈബർ അറ്റാക്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രമുഖ. പക്ഷേ ഇത് ഉണ്ടാക്കി വെച്ചത് നമ്മൾ തമിഴന്മാരെ നോക്കി കളിയാക്കും. അവർക്ക് മാത്രമാണ് ഭയങ്കര സിനിമാക്കാരോടുള്ള ആരാധനയെന്ന്. സത്യത്തിൽ പ്രബുദ്ധരെന്ന് പറയുന്നത് നമ്മളാണ്. കാരണം അതിൻ്റെ പേരിൽ ഫാൻ ഫൈറ്റ് ക്ലബ്ബുകളും അടിയും പിടിയും, അവർക്ക് വേണ്ടി വെട്ടുകളി കൂട്ടം സ്ത്രീകളെ ഈ സൂപ്പർ സ്റ്റാർസിന് വേണ്ടി ഫാൻസ് ക്ലബ്ബുകൾ വേണ്ട എന്ന് ഒരു നടനും പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്കിത് വേണം. കാരണം ഫാൻസ് അല്ലെങ്കിൽ അസോസിയേഷൻ്റെ മറവിലൊക്കെ നടക്കുന്നത് നല്ല രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് തന്നെയാണ്. കാരണം ഇതേ നമ്മൾ പറയുന്നു, ഇപ്പോൾ സംഘടന അമ്മ എന്ന് പറഞ്ഞ ഒരു സംഘടന, ആ പേര് ഞാൻ എപ്പോഴും ചിന്തിക്കും. സത്യം, അമ്മ എന്ന പേരിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്നത് എന്താണ്? അമ്മ മാറ്റി മാമയാക്കണം പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈബർ അറ്റാക്കുകൾ നടക്കും സ്ത്രീകൾക്കെതിരെ തന്നെ. അതായത് സിനിമാ മേഖലയിലുള്ളവരല്ല, അല്ലാത്ത സ്ത്രീകൾക്കെതിരെ. ഇതേ സൈബർ അറ്റാക്കിൽ പ്രമുഖ നടന്മാരുടെ ഫാൻസ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെതിരെ ഒന്നും ആർക്കും സംസാരിക്കണ്ട. ഈവൻ WCCയിലെ ആൾക്കാർക്ക് പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളവൻ രാജാവ്. അതെവിടെയും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാശുണ്ടോ നീ രാജാവ്. ആ തമ്പ്രാൻ സിൻഡ്രോം, നമ്മൾ ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തമ്പ്രാന്മാരുണ്ടെന്ന് പറയുന്നു. 15 പേര് ചേർന്ന കുറച്ച് പേര് ഒരു കോക്കസ്, മേലാളന്മാർ അടിയാളന്മാർ, ആ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ജെൻഡർ പൊളിറ്റിക്സ്, അതും ചർച്ച ചെയ്യണം. കേരളത്തിൽ ഇവിടെ ജെൻഡർ പൊളിറ്റിക്സ് ഒരേ ഒരു കാര്യത്തിൽ മാത്രം, ശബരിമലയിൽ മാത്രം മതി ജെൻഡർ പൊളിറ്റിക്സ് എന്നാണ്. ബാക്കി ഒന്നിലും വേണ്ട. അതായത് നേരത്തെ ഒരു നിർമ്മാതാവ് പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ സ്ത്രീ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റ്, വിവേചനങ്ങൾ, ഇതെല്ലാം എവിടെ നടക്കുന്ന പ്രബുദ്ധ കേരളത്തിലാണ്. ടാഗ് ലൈൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അബോളിഷ് ചെയ്യും തോന്നുന്നുണ്ടോ? ഇപ്പോൾ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന സിദ്ദിഖ് പറഞ്ഞത്, അതായത് ഒരാഴ്ച കൊണ്ട് ഇത് പഠിച്ച് അതിനുശേഷം നടപടി സ്വീകരിക്കും. സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നോ അതിനോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുമെന്നാണ്. ഈ സർക്കാരിൽ നമ്മൾ പ്രതീക്ഷിക്കണം. 5 വർഷം പൂഴ്ത്തിവെച്ച സർക്കാരാണ്. ഈ സർക്കാർ പൂഴ്ത്തിവെച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ റിപ്പോർട്ടിൻ്റെ അകത്തുള്ള പ്രമുഖർ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ അവരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള പ്രമുഖന്മാർ തന്നെയാണ്. പലരും ഉണ്ടാവാം. അതിനോടൊപ്പം തന്നെ ഇതൊരു അവസരമാണല്ലോ, ബ്ലാക്ക് മെയിലിംഗ് ഉള്ള ഒരു അവസരമാണ്. ഈ 62 പേരുടെ ഇതിൽ പ്രമുഖരുണ്ടാവും, സൂപ്പർ സ്റ്റാർസ് എല്ലാം ഉണ്ടാവും. അതിന് ഒരു സംശയമില്ല. പേര് പറയാൻ പലരും ഭയക്കുന്നു. അപ്പോൾ ഈ ഭയം പലപ്പോഴും പറയുന്നുണ്ട്, ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം. അപ്പോൾ മാഫിയ ഉണ്ടെന്നല്ലേ? ആരെയാണ് ഭയക്കുന്നത്? വെളിയിൽ വന്നിട്ടില്ല. അപ്പോൾ അവിടെ സ്വകാര്യത. അപ്പം ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്താണ് ഗുണം? പൊതുജനങ്ങളുടെ 1.5 കോടി ചെലവഴിച്ചൊരു കമ്മിറ്റി റിപ്പോർട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പം ഞാനിത് പ്രതീക്ഷിച്ച് മൂടി വെക്കപ്പെടാനല്ല, ഇത് ഇവിടെ ഉടച്ചു വാർക്കാനൊന്നും പറ്റുന്നില്ല. 4-5 ദിവസം. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും പറയുന്ന വിഷയങ്ങൾ തന്നെയാണ്. എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടെന്നും സിനിമയിൽ വേണമെങ്കിൽ ഒരു അഞ്ജു, ഇതൊക്കെ അന്തരീക്ഷത്തിലുള്ളതാണ്. ഞാൻ ഇന്ന് ചില നടിമാരോടൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞാണ്, അവർ ഇതുപോലുള്ള അനവധി ദുരനുഭവങ്ങളിലൂടെ കടന്നു പോയവരാണ്. പക്ഷെ അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല. അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവസരം നഷ്ടപ്പെടും. ഇപ്പോൾ അങ്ങനെയുള്ള അവസരം വേണ്ട എന്ന് പറഞ്ഞ് പോട്ടെ എന്നൊക്കെ. പക്ഷേ ഒരു തൊഴിലല്ലേ,
ഒരു തൊഴിൽ മറ്റെല്ലാ തൊഴിലിനും മാന്യതയുണ്ട് അല്ലേ? ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ IT ഫീൽഡിൽ ഇങ്ങനെയുള്ള പീഡനം നടക്കുന്നു. ഈ മാധ്യമങ്ങളിൽ എന്താ പീഡനമില്ലേ? മാധ്യമങ്ങളിൽ പിന്നെ തൊഴിൽ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടവരില്ലേ? പീഡിപ്പിച്ചവൻ ഇപ്പോഴും വാർത്ത വായിക്കുന്നില്ലേ? ഇല്ലേ? എല്ലാ മേഖലയിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ HR എന്ന ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സിനിമയിൽ അങ്ങനെയൊന്നുമില്ല. എവിടെ പോയി പരാതി പറയും? ഇപ്പോൾ ICCയുടെ മുമ്പിൽ പരാതി പറഞ്ഞിട്ടൊരു കാര്യമില്ല. ICC പിന്നെ ദുർബലമാണ്, നിർജീവമാണ്. അപ്പോൾ മറ്റ് മേഖലകളുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കമ്പാരിസനെ അടിസ്ഥാനമില്ല. പക്ഷേ ഇവിടെ വെള്ളിയാഴ്ചയും വ്യവസ്ഥയും ഉണ്ടാവണമെങ്കിൽ അതിനാര് തയ്യാറാകും? ഇപ്പോൾ എല്ലാ തൊഴിലിടങ്ങളിലും നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ സിനിമാ മേഖലകളിൽ ഇത്തരം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉള്ള, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഇത്തരം ഇടങ്ങൾ, തൊഴിലിടങ്ങൾ എന്തുകൊണ്ട് പിന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുന്നില്ല? അതൊക്കെ ചെയ്യാലോ, സർക്കാരിന് ചെയ്യാലോ. അതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാമല്ലോ. എന്തുകൊണ്ടൊരു മോണിറ്ററിംഗ് ഉണ്ടാവുന്നില്ല? ഇതിപ്പോൾ ഞങ്ങളാണ് രാജാക്കന്മാർ, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ നിയമം, ആ നിയമം ഞങ്ങൾ നടപ്പിലാക്കുന്നു, അതിനനുസരിച്ച് മറ്റുള്ളവരെല്ലാം പ്രവർത്തിച്ചോളണം. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവേണ്ട. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, പൂച്ചക്കാരും മണികെട്ടും. ായിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിൽ പൂച്ചക്കാരും മണി കെട്ടാൻ പോകുന്നില്ല. കാരണം ഇവിടെ നമ്മൾ പറയും മോന്തായം വളഞ്ഞാൽ സർവ്വവും വളഞ്ഞു, ആ ഒരു അവസ്ഥയാണ്. എല്ലായിടത്തും ഇവിടെ എവിടെയാണ് സ്ത്രീക്ക് സുരക്ഷിതത്വം ഉള്ളത്? ഒരിടത്തും ഇല്ല. വനിതാ മന്ദിരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇവിടെ പൂച്ചക്കാർ മണി കെട്ടും, അതൊരു വലിയൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നിൽക്കും ഈ ചോദ്യം. ഈ മാധ്യമങ്ങൾ കുറച്ച് ദിവസം ഇത് ചർച്ച ചെയ്യും. അപ്പോഴേക്കും പൊളിറ്റിക്കലായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം മറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം, നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതു രീതി അതാണല്ലോ, വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യാൻ. ഈ സിനിമാ മേഖല ആകുമ്പോൾ ഒരു ഗ്ലാമറസ് ഫീൽഡാണ്. കുറച്ച് എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടമുള്ള മസാല കഥകളും ഒക്കെ വരും. 2:30 മണിക്ക് എന്തൊരു ആർത്തിയും ആക്രാന്തവുമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക്. ഒരു മസാല കുറെ കഥകൾ വരും. പൈങ്കിളി കഥകളാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്ക് വേണ്ടത് പൈങ്കിളി കഥകളല്ല. പക്ഷെ നമ്മുടെ പ്രബുദ്ധർക്ക് പലർക്കും ആവശ്യം ഇത് വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇനി പല കഥകൾ വരും. നമുക്ക് കാണാം, ഒരാഴ്ച മുഴുവൻ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോഴേക്കും കേരളത്തിൽ നടക്കുന്ന വേറെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് മറയ്ക്കപ്പെടും. ഇതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.